നമസ്കാരം. ന്യൂസ് കേരളം ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. സ്വർണത്തിന് റെക്കോർഡ് വിലയിലേക്ക് ഏകദേശം ഒരു പവന് 1.5 ലക്ഷം രൂപ കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതെ, ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാൻ പോവാം. ഫ്രീ ആയിട്ട്, പൈസ തരണ്ട. അതും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകണ്ടെങ്കിൽ ഇത് കേൾക്കുക. ഒപ്പം നിങ്ങൾ സ്വർണം മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. അതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ കല്യാണത്തിനൊക്കെ സ്വർണം എടുക്കാൻ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അബദ്ധം പറ്റാതിരിക്കട്ടെ. അബദ്ധം പറ്റിയ ലക്ഷങ്ങളാണ് കയ്യിൽ നിന്നും പോകാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഇറാൻ അമേരിക്ക യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ചില പ്രശ്നങ്ങൾ കാരണമാണ് സ്വർണത്തിന്റെ വില കയറി വരുന്നത്. ഏകദേശം ഒരു പവന് കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം 60,000-ഓളം രൂപയാണ് ഒരു പവന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ഓക്കെ, നിലവിലെ അവസ്ഥ വെച്ച് വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഉള്ളൊരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു 3 മാസത്തേക്ക് സ്വർണം എടുക്കാൻ നിൽക്കേ ചെയ്യരുത്. അതിന്റെ കാരണം പറഞ്ഞു തരാം. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വർണത്തിന് വില 1.50 അടുത്ത് വന്നു. 1,50,000 രൂപ ഒരു പവന് അതിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഇന്നലെ മാത്രം ഒറ്റയടിക്ക് 6,000-ഓളം രൂപയാണ് കുറഞ്ഞത്. ഒറ്റയടിക്ക് 6,000-ഓളം രൂപ കുറഞ്ഞപ്പോൾ ഇന്നലെ സ്വർണം എടുത്തവർ, അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് സ്വർണം എടുത്തവരുടെ കയ്യിലെ സ്വർണത്തിന് ഇന്ന് 1,44,000 രൂപയായി. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞു വരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും മേടിക്കാൻ ആളുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടും. അപ്പോൾ ആഗോളതലത്തിലെ പ്രശ്നങ്ങളും ഈ ഡിമാൻഡും കാരണമാണ് സ്വർണത്തിന് വില കൂടുന്നത്. നമ്മളിങ്ങനെ സ്വർണം വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സ്വർണത്തിന് വില കുറയില്ല. അത് മാത്രമല്ല, ഇനി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ സ്വർണത്തിന്റെ വില ഇടിഞ്ഞ് കൂപ്പുകുത്തും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ കൂപ്പുകുത്തുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി ഒരു പവൻ സ്വർണം നിങ്ങൾ 1.5 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ, അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ 1.5 ലക്ഷം രൂപയുടെ സ്വർണത്തിന്റെ വില വെറും 90,000-80,000-ലേക്ക് താഴാനുള്ള ചാൻസ് ആഗോളതലത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ലോക്കൽ ലോഹങ്ങളിൽ നിന്നും അതുപോലെ ചില ലോക്കൽ ലോഹങ്ങളിൽ നിന്ന് പോലും ഇരുമ്പിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജി ഇതാ കണ്ടെത്തി കഴിഞ്ഞു. ബിഗ് ബാങ് തിയറിയായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ഹീലിയം എന്തോ ഒരു ലോഹത്തിലേക്ക് ആ ലോഹം ചൂടാക്കിയപ്പോൾ അത് സ്വർണമായി മാറി. അങ്ങനെയും പുതിയ പരീക്ഷണത്തിലൂടെ പുതിയ സ്വർണം ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ സ്വർണം എടുത്താൽ ഉറപ്പായിട്ടും മാസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ കയ്യിലെ കാശ് ലക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരും. അതുപോലെ തന്നെ കല്യാണത്തിന്, നമുക്കറിയാം കല്യാണത്തിനൊക്കെ സ്വർണ്ണം എടുക്കുന്നത് 50-100 പവനൊക്കെയാണ്. 100 പവന് ഇന്ന് 1 കോടി രൂപയ്ക്ക്, അതായത് 1.5 കോടി രൂപയാണ് വില. ഇന്നൊരു 100 പവൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞ് അതിനെ 1.5 കോടിയിൽ നിന്നും 50 ലക്ഷം രൂപ നഷ്ടം വന്നാൽ 1 ലക്ഷം രൂപയിലേക്ക് മാറിയാൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. 50 ലക്ഷം രൂപയാണ് സ്വർണത്തിലൂടെ, ഒരു കല്യാണത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്കൊന്നും നിങ്ങൾ സ്വർണം വാങ്ങാൻ നിൽക്കരുത്. സ്വർണത്തിന് വില ഇടിയാൻ പോവുകയാണ്, കൂപ്പുകുത്തും. ഇന്നലെ തന്നെ കണ്ടില്ലേ, 1.5 ലക്ഷം കൂടിയിട്ട് മെനഞ്ഞാൻ തന്നെ 1.5 ലക്ഷം കൂടിയിട്ട് ഇന്ന് 6,000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറഞ്ഞു വരും. ഒരിക്കലും നിങ്ങൾ സ്വർണം ഇനി 3 മാസം 6 മാസ കാലത്തേക്ക് സ്വർണം എടുക്കാതിരിക്കുക. കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു വെക്കുക. എന്താണ്, കല്യാണത്തിന് പകരം സ്വർണത്തിന് പകരം പണമോ അല്ല മറ്റെന്തെങ്കിലും വസ്തുവോ കൊടുക്കുക. ഈ കല്യാണത്തിനൊക്കെ സ്വർണം ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ റോൾഡ് കൊണ്ട് ഉപയോഗിക്കുക. വെറുതെ ഈ ആളുകളെ കാണിക്കാനായിട്ട് കല്യാണത്തിന് സ്വർണം ഇടുന്നതേ ബോറ് കേസാണ്. എന്ത് വൃത്തികെട്ട പരിപാടി. ഒരു പെണ്ണൊരുങ്ങി വരുമ്പോൾ ദേഹം മുഴുവൻ സ്വർണവും വാരിയിട്ട് ഒരു ആന നെറ്റിപ്പട്ടം കെട്ടി കാണിക്കാൻ വരുന്ന പോലല്ലേ. അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് കല്യാണം നടത്തുക. സത്യത്തിൽ കല്യാണക്കാരും അതുപോലെ ഈ കുറേ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർണത്തിന് ആക്രമണമുള്ള പെണ്ണുങ്ങളാണ്. ഈ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്നത് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവരാണ് ഇതിന് വെറുതെ ഡിമാൻഡ് കൊടുക്കുക. ഒരു കാര്യമില്ലെന്നേ. സ്വർണ്ണമൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ മാക്സിമം 3-4 മാസത്തേക്ക് സ്വർണം വാങ്ങാതിരിക്കുക. ഇപ്പം തന്നെ ഓൾറെഡി കടകളൊന്നും കച്ചവടമല്ല. കാര്യം ആളുകൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായി സ്വർണം മേടിച്ചാൽ പണി കിട്ടും എന്ന് കുറച്ച് പേർക്ക് മനസ്സിലായതുകൊണ്ട് കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, കേരളത്തിലെ സ്വർണ്ണക്കടയിൽ ഒന്നും തന്നെ ഇപ്പം കച്ചവടമില്ല. ഇനി നിങ്ങൾ ഒരു 3 മാസം 6 മാസ കാലത്തേക്ക് ഒരിക്കലും നിങ്ങൾ സ്വർണം മേടിക്കാൻ നിൽക്കരുത്. കയ്യിലെ കാശ് വെറുതെ കൊണ്ട് കളയരുത്. ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സ്വർണം പറ്റുമെങ്കിൽ വിൽക്കുക. ഈ ഒരു വില കൂടി നിൽക്കുന്ന സമയത്ത് വിൽക്കുക. വില ഇടിയാൻ പോവുകയാണ്. അതിൻ്റെ 1-2 കുറേ സൂചനകൾ വന്നു കഴിഞ്ഞു. വില ഇടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
തീർച്ചയായിട്ടും ഡിമാൻഡ് ഇല്ലാതാകുമ്പോൾ ഏതൊരു പ്രോഡക്റ്റിനും വില കുറയുകയും അത് ചീപ്പ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ സ്വർണത്തിന്റെ വില നിങ്ങളൊന്ന് മേടിച്ച് വെച്ചാൽ വെറുതെ കയ്യിലെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി മേടിക്കുന്ന പോലെ ആയിരിക്കും സ്വർണം നിങ്ങൾ മേടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത് കാണുന്നവർ മാക്സിമം സ്വർണം കുറച്ച് നാളത്തെ മേടിക്കാതിരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളുടെ കല്യാണമോ സ്വർണം മേടിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ വാർത്ത അയച്ചു കൊടുക്കുക. അവരെ കൊണ്ടും മേടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. എന്തായാലും കുറച്ച് നാൾ മേടിക്കാതിരിക്കുമ്പോൾ കടകളൊക്കെ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ സ്വർണ്ണത്തിന് ഡിമാൻഡ് കുറയുകയും വില കുറയുകയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ ആഗോളതലത്തിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി സ്വർണ്ണത്തിൽ വിലയിടിഞ്ഞ് കൂപ്പുകുത്തി ഏകദേശം ഒരു പവന് 60,000 രൂപ, 70,000, 80,000 രൂപ, 90,000 രൂപ ആ റേഞ്ചിലൊക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു 3-4 മാസക്കാലത്തേക്ക് സ്വർണം മേടിക്കാതിരിക്കുക.